കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലി കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. വളരെ നല്ല രീതിയിൽ നടക്കുവാനും അവയെല്ലാം അമ്മയുടെ ആശീർവാദത്തോടുകൂടി അനുഗ്രഹിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. അമ്മയും മാതാവ് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് റെബിനെയും ജസ്നെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു.
അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായ ജീവിതത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ വിശുദ്ധമായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയായിരിക്കും. നിത്യനായ തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവേ, നൽകിയിട്ടുള്ളതെന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും
മക്കൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയെ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അന്ന് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നെയും മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസരണഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ആരംഭം മുതലേ, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെ കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവരോട് ചോദിച്ചു,
അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വിവാഹം ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പോടുകൂടി വാഗ്ദാനം കൊടുത്തു. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അമ്മ എന്നെ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ കൂടുതൽ സ്ഥലത്ത് ഒരു യൂറോപ്യൻ രാജ്യത്ത് അയർലൻഡിൽ സ്ഥിര താമസമായി. ഇനി വല്ലപ്പോഴും മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അച്ഛൻ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൻ ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ ഈ കഥയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനുഷ്യന്റെ ഇഷ്ടങ്ങൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ദൈവത്തോടുള്ള അടിസ്ഥാന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് നിവർത്തി വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ കലണ്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തുടർന്നുള്ള സമയത്ത് പ്രതിജ്ഞാവാചകങ്ങൾ ദമ്പതികളെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ മരണം വരെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിൽ ഒരു മനസ്സോടെ ജയിച്ചുകൊള്ളാമെന്നുള്ള ദൃഢമായ പ്രതിജ്ഞയാണ് ജസ്റ്റിനെ തുടർന്നുള്ള സമയം എടുക്കാൻ വേണ്ടി പോകുന്നത്. തീർത്തും എളുപ്പമുള്ള ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിങ്ങനെ വാക്കുകളിലൂടെ വളരെ എളുപ്പത്തിൽ ഇത് പറഞ്ഞു പോകാമെങ്കിൽ ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് നമ്മളെ ജീവിതത്തിൽ പഠിപ്പിക്കും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ വിശുദ്ധ സാക്ഷ്യത്തിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞാവാചകങ്ങളെ ജീവിതത്തിൽ എപ്പോഴും അനുവർത്തിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരരെ, അങ്ങയുടെ പരിപാലനയെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവം ഞങ്ങളിൽ സതതമായി ചൊരിയണമേ. പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മറുപടി പറയാം. സെബാസ്റ്റ്യൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അൽഫോൻസെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ.
പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായ ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായെപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ നിങ്ങളെ കാത്തുകൊള്ളണമേ. അപ്രാപ്തയും സ്ഥാനായ അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും.
കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ തിരുക്കുടുംബത്തിന്റെ നായകനായ മാനസത്തിന്റെയും മാധ്യസ്ഥന്മാരെയും കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. When
અને ભૂલો બધી વાત પ્રેમની આ મૌસમ છે अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे होई गई रात મને ભૂલો બધી વાત પ્રેમની આ मौसम छे अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे मिल जाए मुझको अगर साथ മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഞാൻ മോളി സെബാസ്റ്റ്യൻ, നമ്മുടെ സ്വന്തം ചാച്ചാനെയും അമ്മയെയും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. മിസ്സിസ് സിസിലി വർഗീസ്, മമ്മി പ്ലീസ്. ജസ്മിയുടെ പപ്പ ലേറ്റ് വർഗീസ് കൊട്ടാരത്തിൽ. പപ്പ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, എങ്കിലും പപ്പയുടെ ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും രവിന്റെയും ജസ്മിയുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആശംസിക്കാം. നവദമ്പതികളായ ജസ്നയ്ക്കും റവീനും ജസ്നയ്ക്കും നമ്മുടെ വിവാഹ മംഗളാശംസകൾ ആദ്യം നേരുന്നു. നമ്മുടെ ട്രഡീഷൻ പാരമ്പര്യം അനുസരിച്ചുള്ള മധുരം വെപ്പ് ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ചെറുക്കനും പെണ്ണിനും മധുരം വെച്ചാലോ? ഇവരുടെ ജീവിതം മധുരകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമുക്ക് മധുരം വെച്ചാലോ? ചെറുക്കനും പെണ്ണിനും മധുരം വെക്കട്ടെ. ചോഗള തറ ചബില തറ रंगीला तारा रंग बेर जुए तारी बात छोगाला तारा ओरे छबीला तारा ओरे रंगीला तारा रंग बेर जुए तारी बात रे छोगाला तारा ओरे छबीला तारा ओरे रंगीला तारा रंग बेर जुए तारी बात रे ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഗിഫ്റ്റ് കാണാം. അപ്പോ പ്ലീസ്. அடிச்சு கொண்டாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரே നോക്കി നിന്നതും പെണ്ണിനുള്ളിൽ
പേശി പേശി വലിക്കുന്ന മടുത്തതിൽ കരിക്കൊഴിച്ചിട്ട് വലിച്ചു കേട്ട ചങ്ങായി മൊട്ടപ്പത്തിരി മട്ടഞ്ചാറിൽ കുഴച്ചു തിന്നണ ചങ്ങായി നാട്ടിലുള്ളൊരു ഓട്ടക്കാരന് ലോട്ട കിട്ടിട ചങ്ങായി ലോട്ട കിട്ടിയപ്പോൾ നോട്ട് കൊണ്ടവൻ കോട്ട് തിന്നിട ചങ്ങായി എല്ലാരും ചിക്കൻ തിന്നാറല്ലേ ഓറിയ പണിഞ്ഞവനാ പണ്ടേ നീ ഒരു മയ്യല്ലേ കയ്യിലിരിപ്പു കെടിയല്ലേ ഉച്ചയിൽ നമ്മുടെ ശുക്രൻ ഉദിച്ചത് ആദ്യത്തേതും അവസാനത്തും വീട് തെണ്ടിട്ട് ചായ മോടിട്ട് പെണ്ണു വെച്ച് മോനെ മഹാരാജ്, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാണ് ആന സൈക്കിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാം. മഹാരാജ ഒരു മെലഡി കൊണ്ടാ കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ അതുപോലെ ഉണ്ടാക്കും. പ്ലീസ് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കൂടുതൽ പോരുന്ന ഒരായിട്ടുണ്ട്. ഇനിയും വരാത്തവന്റെ അരികിൽ വരാത്തവന്റെ ഇനിയും വരാത്തവന്റെ അരികിൽ വരാത്തവന്റെ ചിരിവടിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ ചിന്തരിമുല്ലേ ചെല്ലനിലാവിൻ ചുംബനം കേട്ടാൽ സുഖമാകല്ലേ ചിന്തകളെ കൈമലയാതെ കൈവഴങ്ങി കടികൊള്ളാതെ കരുവിതുരാവിനെ
കടുക് വരയ്ക്കണ സുഖമാണല്ലോ കടലിനകൽ ചേർന്നത് ദിവാണല്ലോ കെട്ടിയ മലയാളി പെണ്ണാടുനി പഞ്ചാബിയിലെ കൊച്ചും മണവാട്ടി പെണ്ണാടുനി മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ പാട്ടല്ലേ കുറച്ച് കളർഫുള്ളാവൂല്ലോ ബാക്കിലേക്ക് ഡാൻസ്. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പുറത്തെ മുട്ടിയിരിക്കുക. അപ്പോഴാ 10:35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറുന്നു. നിനക്കൊക്കെ ചോദിക്കാൻ പറയാൻ വീട്ടിലാരും പൊടി മഴവിൽ കൊടിയിൽ മണിമേഘത്തോടെ അഴകെ മനസ്സിൽ കൊണ്ടും ഞാൻ മഴവിൽ കൊടിയിൽ മണിമേഘത്തോടെ അഴകെ മനസ്സിൽ കൊണ്ടും ഞാൻ എന്മാരിൽ മേഘ സംഗീതം
നാലാളം കൂട്ടരുവാൻ പിന്നെ കെട്ടി നിന്ന് വരും നിനക്ക് ഭാഷ കൈകൊണ്ടടാ അത് ഇവർ പരിപാടി வேற மாதிரி ட்ரை பண்ணலாம். ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാ പുറത്തപ്പെട നോക്കടാ തുടുത്ത കുങ്കവിളി നനുത്ത പുഞ്ചിവിളി മുത്താരം മുകിലാരം ഇനിയോട് ഞാൻ പറഞ്ഞു എന്താന്ന് ആരോഗ്യം വിജയിന്റെ ചൂടി കൊച്ചമ്പിടി പെണ്ണു വന്നാ തക്കിടി കിളി കൂട്ടി തക്കിടി സാറിന് പ്രേമൊന്നുമില്ലായിരുന്നു ഇവന്റെയാ ഇവൻ പ്രേമയോഗ്യമായി രുടെ കാമുകൻ പടമുഴുത്ത വല്ലഭ കപട നാട്യസൂത്രകൾ കുറുമനായി തലമുടച്ച കർമ്മനായി കാലിക്കോലും കയ്യിൽ കൊണ്ടേവാ ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. മാറിക്കൊടന്ന്
മഴം പോലെ മണിക്കുഴന്ന് കവടിൽ മുട്ടി കുടിച്ച് വിശ്വാസമാക്കിയ സോമാനി ജമാക്കിവായ വിശ്വാസമാക്കിയ സോമാനി ജമാക്കിവായ മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള് ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവള അന്ന് തൊട്ടേ ഉള്ളാകെ വമ്പു കട്ടണ പെണ്ണിവള ആരുമില്ല നേരത്ത് ശൃംഗാരമോതും കണ്ണിവള വീടു നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോള പാതിരാവിൻ പാതിലെന്നും ചാരിടുന്നോള് പാതിയായി എന്നും എന്നിൽ പൊട്ടിടുന്നോള് അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അവൾക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ ഒന്നു വന്നെൻ ചാര